കാൽഷ്യം എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ബോൺ, അതാണ് നമ്മളെല്ലാവരും വിചാരിക്കുന്നത്. അത് ക്ലിയർ ആണോ? ഒന്നത് ക്ലാരിഫൈ ചെയ്യാം. കാൽഷ്യം നമ്മുടെ എല്ലിൻ്റെ ഒരു മെയിൻ സ്ട്രെങ്ത് കൊടുക്കുന്ന സാധനമാണ്, സംശയമില്ല. പക്ഷേ കാൽഷ്യം മാത്രമാണോ എല്ലിന് സ്ട്രെങ്ത് കൊടുക്കുന്നത്? അല്ല, ബാക്കി ഘടകങ്ങളും കൂടിയുണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനപ്പെട്ട ഒന്നാണ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ നിന്ന്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള കാൽഷ്യം അല്ലെങ്കിൽ ടാബ്ലറ്റിൽ നിന്നുള്ള കാൽഷ്യം നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യുള്ളൂ. രണ്ടാമത്തത് എക്സസൈസുകളാണ്. വെയിറ്റ് ബെയറിംഗ് എക്സസൈസുകൾ, നടക്കുക, ഓടുക, ചെയ്യുന്ന നമ്മൾ സാധാരണ ചെയ്യുന്ന ആക്ടിവിറ്റികളെല്ലാം ഇതിൽ ഉൾപ്പെടും. നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോൾ നമ്മുടെ ബോണിന് വീക്ക് ആവാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ അനങ്ങാണ്ടിരിക്കുമ്പോൾ, നമ്മൾ പ്ലാസ്റ്റർ ഇട്ടിരിക്കുമ്പോൾ ഒക്കെ വീക്ക് ആവാനുള്ള സാധ്യത അതുകൊണ്ട് കൂടുതലാണ്. പിന്നെ മൂന്നാമത്തതാണ് പ്രോട്ടീനും അതുപോലെ ബാക്കി മിനറൽസ്, മഗ്നീഷ്യം പോലെയുള്ള മിനറൽസ്. അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ, അതായത് മുട്ട, പാല്, മീന്, അതുപോലെ പച്ചക്കറികൾ, അതുപോലെ പിന്നെ ആൽമണ്ട്സ്, ഇതിലൊക്കെ കൂടെ കിട്ടുന്നതാണ്. ഇനി ഇതെല്ലാം കൂടിയുള്ള ഒരു ടീം വർക്ക് ആയിട്ടാണ് എല്ലിന് സ്ട്രോങ് ആക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കാൽഷ്യം, വൈറ്റമിൻ ഡി, മഗ്നീഷ്യം, പ്രോട്ടീൻ, നമ്മുടെ എക്സസൈസ്, ഇതെല്ലാം വേണം നമ്മുടെ എല്ല് സ്ട്രോങ് ആവാൻ. നമ്മുടെ കാൽഷ്യം മാത്രമാണെന്ന് വിചാരിച്ചിരിക്കരുത്.